ഈ പുള്ളിപ്പുലിയെയും ജാഗോറിനെയൊക്കെ കാണുമ്പോൾ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോലെയാണ് ഒരു ടൈപ്പ് കാട്ടുപൂച്ചകളുടെ കാര്യം. ഈ പൂച്ചയുടെ ബോഡി ഷേപ്പ്, കളറ്, ഫേസ് സ്ട്രക്ചർ ഇതെല്ലാം കാരണം ഇതിനെ പ്യൂമയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഇതൊരു വീസലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഒട്ടർ ആണോ എന്നും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇങ്ങനെ തെറ്റിദ്ധാരണകൾ കൊണ്ട് നിറഞ്ഞ ജീവിതം ഇനിയും ബാക്കി വെച്ചിട്ടുള്ള കാട്ടുപൂച്ചകളാണ് ജാഗ്വർ ആൻഡ് വൈൽഡ് കാറ്റ്സ്. ജാഗ്വർ ആൻഡ് എന്ന് വിളിക്കുമെങ്കിലും ജാഗ്വറുകളായിട്ടല്ല ഇവയ്ക്ക് അടുത്ത ബന്ധമുള്ളത്. ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ചീറ്റകൾ ആൻഡ് പ്യൂമകൾ. ഏറ്റവും കൂടുതൽ പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ള ഗിന്നസ് റെക്കോർഡുള്ള പ്യൂമകളെ പോലെ തന്നെ ഈ കാണുമ്പോഴുള്ള സാമ്യതകൾ കാരണം ജാഗ്വർ ആൻഡുകളെ വീസൽ കാറ്റ് എന്നും ഓട്ടർ കാറ്റ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ചെറിയ എലികളും മുയലുകളും ചെറിയ പക്ഷികളും ഒക്കെ പ്രധാന ഭക്ഷണമാക്കുന്ന ജാഗ്വർ നല്ല നീന്തലും വശമുള്ളവരാണ്. മറ്റ് കാട്ടുപൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പകൽ സമയത്താണ് ജാഗ്വർ ഇര തേടി ഇറങ്ങുന്നത്. രാത്രി സമയത്ത് ഒസലറ്റുകളെ പോലുള്ള മറ്റ് കാട്ടുപൂച്ചകൾ ഇര തേടി ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഒരു കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പകൽ സമയത്തുള്ള ഈ ഇരപിടുത്തം. കിട്ടുന്ന ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് എത്ര നാൾ വേണമെങ്കിലും ഒരു പ്ലേസിൽ തന്നെ ജീവിക്കും ഇവ. വംശനാശ ഭീഷണിയൊന്നും അത്രയധികം നേരിടുന്നില്ലെങ്കിലും കാടിറങ്ങി വന്ന് ഫാമേഴ്സിന്റെ കോഴികളെ പിടിക്കുന്നതുകൊണ്ട് നാട്ടുകാരുടെ കൈകൊണ്ട് ജാഗ്വർ ഇല്ലുമിനാണ്ടിക്ക് അറിയാവാറുണ്ട്.